പെങ്ങളെ ഈമാനുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ ഹാജറ ബീവിയെ പോലെയാകണം പെങ്ങള്. ഹാജറ ബീവിയെ പോലെയാകണം ഈമാനുള്ള ഒരു ഭാര്യ, ഈമാനുള്ള ഒരു ഉമ്മ. ഹാജറ ബീവിയെ പോലെയാകണമെന്നാണ്. ഹാജറ ബീവിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ചെറിയ മകൻ ജനിക്കുകയാണ്. പടച്ചവനെ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും തന്റെ ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുപോയി മരുഭൂമിയിൽ വിട്ടിട്ട് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാ. അതാ പ്രസവിച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും പാല് കുടിക്കുന്ന പൊന്നുമോനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചുകൊണ്ട് മക്കത്തേക്ക് കടന്നു വരികയാണ്. സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുടെ നടുവില് ജനവാസമില്ലാത്ത വന്യമൃഗങ്ങളുള്ള ഒരു പറവ് പോലുമില്ലാത്ത മരുഭൂമിയുണ്ടല്ലോ. ആ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ഇറക്കി വിടുകയാ. അവർക്ക് കഴിക്കാനുള്ള കുറച്ചു ഭക്ഷണം, കുടിക്കാനുള്ള കുറച്ചു വെള്ളം അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് മടങ്ങി പോവുകയാണ്. മടങ്ങി പോകുമ്പോ ഹാജറ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുന്നു, എന്തേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് മിണ്ടാതെ പോകുന്നത്? ഇബ്രാഹിം നബി ഇറാഖിലേക്ക് മടങ്ങുകയാണ്. ഹാജറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിൽക്കുന്നത് രണ്ടു മലകളുടെ നടുവിലാണ്. മരുഭൂമിയാണ്, വന്യമൃഗങ്ങളാണ്, മനുഷ്യവാസമില്ല, ഒരു പറവകൾ പോലുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഈ ചോരക്കുഞ്ഞുമായി മരുഭൂമിയിൽ അതാ ഹാജറ എന്ന് പറയുന്ന ഭാര്യ ഇരിക്കുകയാണ്. ഇബ്രാഹിം നബിയോട് ചോദിച്ച ചോദ്യം, നബിയേ സ്വന്തം തീരുമാനമാണോ അല്ലാഹുവിന്റെ കൽപ്പനയാണോ? സ്വന്തം തീരുമാനമാണോ അല്ലാഹുവിന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാജറ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. ഹാജറ ബീവിയുടെ മറുപടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം പെണ്ണ് പഠിക്കേണ്ട കാര്യമാണ്. ഹാജറ ബീവി എവിടെയാണ്? വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, നാട്ടുകാരില്ല, ജനവാസമില്ല, മരുഭൂമിയിലാണ്, മലഞ്ചെരുവിലാണ്, ഒരാളുമില്ലാത്ത സ്ഥലത്തിരുന്നിട്ട് തന്റെ ഭർത്താവ് ചോരക്കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി മടങ്ങി പോകുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വന്തം തീരുമാനമാണോ അല്ലാഹുവിന്റെ കൽപ്പനയാണോ? ഹാജറ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. ഹാജറ എന്ന് പറയുന്ന പ്രസവിച്ച് ചോരക്കുഞ്ഞുമായിരിക്കുന്ന ഭാര്യ, ആ സ്വാലിഹത്തായ പെണ്ണിന്റെ മറുപടി പഠിക്കണേ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിക്കണേ പെങ്ങള്. സ്വന്തമായിട്ട് വീടില്ലാത്തവള്, വീട് കെട്ടാൻ പൈസ ഇല്ലാതെ വരുമ്പോ ലോൺ എടുക്കാൻ പറയുന്ന പെണ്ണ്, പലിശക്കെടുക്കാൻ പറയുന്ന പെണ്ണ്, പണയം വെക്കാൻ പറയുന്ന പെണ്ണ്, ഹറാമ് സമ്പാദിക്കാൻ പറയുന്ന പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹാജറ പറഞ്ഞ മറുപടി നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. ഹാജറ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോ നെഞ്ചത്തടിച്ചില്ല, വിളിച്ചു കൂവിയില്ല. ഞങ്ങളെ ആരാണ് നോക്കുന്നത്, ഭക്ഷണം തരുന്നതാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാജറ കരഞ്ഞില്ല. ഹാജറ മറുപടി എന്തെന്നറിയുമോ? എങ്കില് ധൈര്യമായിട്ട് പൊക്കോ, എങ്കില് ധൈര്യമായിട്ട് പൊക്കോ. പടച്ച റബ്ബല്ലേ കൽപ്പിച്ചത്. ആ അല്ലാഹുവിനറിയാൻ ഞങ്ങളെ നോക്കാൻ, ആ അല്ലാഹുവിനറിയാൻ ഞങ്ങളെ നോക്കാൻ. വീട് വെക്കാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ ഭാര്യ ചോദിക്കുന്ന പൈസ ഇല്ലല്ലോ. ഭർത്താവ് പറയുന്ന വീടെങ്ങനെ വെക്കാനാണ്? പടച്ചവനെ പൈസയില്ല, പലിശക്കെടുക്കാൻ പറയുകയാ, ലോൺ എടുക്കാൻ പറയുകയാ. ആ സമയത്ത് പറയുകയാണ്, ഹറാമായ പണം കൊണ്ട് വീട് പണിയണ്ട, പലിശക്കെടുത്തിട്ട് പണിയണ്ട. പടച്ച റബ്ബൊരു വഴി കാണിച്ചു തരും. വസ്തു തന്ന അല്ലാഹുവിനറിയാ തറകെട്ടിത്തരാൻ, തറകെട്ടിയ റബ്ബിനറിയാ വാർത്തു തരാൻ. പടച്ചവനെ വീട് തരാൻ പടച്ച റബ്ബിനറിയുമടോ. പറഞ്ഞു കൊടുക്കണം പെങ്ങള്, ഹറാമിൽ നിന്നൊഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പിഴപ്പിച്ച് കളയരുത്. വാപ്പയോട് പറയുകയാണ്, നിന്റെ മകന് കഞ്ചാവ് അടിക്കാറില്ല, കള്ള് കുടിക്കാറില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ
പ്രിയപ്പെട്ടവരെ, ആ കള്ളിന് ലഹരിയുള്ളതുപോലെ ഒരു ലഹരി സമ്പത്തിനുണ്ട്. എത്ര കിട്ടിയാലും മതി വരുന്നില്ല, വാരി കൂട്ടുകയാണ്. പടച്ചവനെ 99 രൂപയുള്ളവന് 100 വേണം, 999 ഉള്ളവന് 1000 വേണം. പടച്ചവനെ എത്ര കിട്ടിയാലും മതി വരാതെ പിന്നെയും വാരി കൂട്ടുകയാണ്. പാവപ്പെട്ടവന്റെ കഞ്ഞിക്കകത്ത് കൈയിട്ട് വാരുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, തികയുന്നില്ലല്ലോ. കോടാനുകോടി ആസ്തിയുള്ളവനും പിന്നെയും സമ്പാദിക്കുകയാ, മതിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായൊരു കാര്യം പറയുകയാണ്. ഉപദേശിക്കണേ വാപ്പാ. പൊന്നുമക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല, ദ്രോഹമാ. നിന്റെ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാ. എന്നാ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കണം വാപ്പാ. പെങ്ങളെ, മക്കളെ ഉപദേശിക്കണേ. ഏതുപോലെ എന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പടച്ചവനെ നാട് കടത്തപ്പെട്ട സ്വഹാബിയാ. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വീട് വെച്ചിട്ട് ജീവിക്കുന്ന സ്വഹാബിയാ. അയൽവാസിയില്ല, ആൾതാമസമില്ല, ഒരാളുമില്ല. ആ സ്വഹാബിയും തന്റെ ഭാര്യയും മക്കളും കൂടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, അബൂദർ തങ്ങളുടെ മരണമടുക്കുകയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരു പിതാവെന്ന് പറഞ്ഞാൽ മക്കളെ ഉപദേശിക്കേണ്ടത് എങ്ങനാണെന്നൊരു ഉദാഹരണം പറഞ്ഞു തരാ. അബൂദർ തങ്ങൾ മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ തന്റെ പെൺമക്കളെ വിളിക്കുകയാണ്. 3 പെൺമക്കളാണ് അബൂദർ തങ്ങൾക്കുള്ളത്. 3 പെൺമക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ, ഉപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. സമ്പത്ത് മുഴുവനും വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. വാപ്പ ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. വെക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വാപ്പ പാവങ്ങൾക്ക് കൊടുത്തതാ. മക്കള്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്, എന്നെ നിങ്ങൾ വെറുക്കരുത്. തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു, മക്കളെ, അല്ലാഹു നിങ്ങളെ കൈവിടൂല, അബൂദർ തങ്ങൾ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നത് കേട്ടപ്പോ ഭാര്യയിരുന്ന് കരയുകയാ. അബൂദർ തങ്ങൾ ചോദിക്കുന്നു, പെണ്ണെ, എന്തിനാ നീ കരയുന്നത്? അവിടെന്ന് ഭാര്യ പറയുന്നു, തങ്ങളെ, നിങ്ങൾ മരിച്ചാൽ ആരാ മയ്യത്ത് കുളിപ്പിക്കുന്നത്? നിങ്ങൾ മരിച്ചാൽ ആരാണ് കഫം പൊതിയുന്നത്? നിങ്ങൾ മരിച്ചാൽ ആരാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്? നിങ്ങളെ കബറടക്കാൻ ആരാ വരുന്നത്? ഈ സങ്കടം കൊണ്ട് കരയുകയാ. അബൂദർ തങ്ങളുടെ ഭാര്യയിരുന്ന് കരയുകയാണ്. ആരാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? ഒരാളുമില്ലല്ലോ. ആരാ കബർ കുടിച്ച് കബറടക്കുന്നത്? മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ല. പടച്ചവനെ, എന്താണ് ആ രംഗമൂർത്തിട്ട് കരയുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, സങ്കടപ്പെടണ്ട. എന്റെ മയ്യത്ത് ആര് കുളിപ്പിക്കും, ആര് നിസ്കരിക്കും, ആര് കബർ കുടിക്കും, ആര് കബറടക്കും എന്ന വിഷയത്തിൽ നീ സങ്കടപ്പെടണ്ട. അബൂദർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്റെ ജനാസ പൊതിഞ്ഞുകൊണ്ട് വഴിയോരത്ത് കൊണ്ടുവെക്കണേ. അബൂദർ എന്ന് പറയുന്ന പിതാവ് തന്റെ ഭാര്യയോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക.
കൊടുക്കുകയാണ്. 3 പെൺമക്കളാ ബാപ്പാ. ആ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല. ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കൊണ്ടുപോയി വഴിയോരത്ത് വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ, ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. അവരോട് മാറി നിന്നിട്ട് വിളിച്ചു പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ കഫം പൊതിഞ്ഞിട്ട് കബറടക്കാൻ വിളിച്ചു പറയണേ മക്കള്. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. വാപ്പ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ വാപ്പയുടെ മയ്യത്തെടുത്തുകൊണ്ട് വഴിയോരത്ത് വെക്കുകയാണ്. അതാ നോക്കി നിൽക്കുകയാണ്. പെങ്ങളെ വരുന്നു, പെങ്ങള് 70ഓളം വരുന്ന ഒരു സംഘം വരികയാണ്. മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരികയാണ്. 3 പെൺമക്കളും മാറി നിന്ന് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയുടെ ജനാസയൊന്ന് കബറടക്കണേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസ കഫം പൊതിയണേ. മക്കൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ സൽമാനുൽ ഫാരിസ് തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ ആരാ പടച്ചവനെ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ. പടച്ചവനെ, സൽമാൻ തങ്ങൾ ചെന്ന് നോക്കുമ്പോ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. ആ രംഗമങ്ങ് കണ്ടപ്പോ സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, മുത്തുനബി പറഞ്ഞത് സത്യമാ, മുത്തുനബി പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പണത്തിനുള്ള ആഗ്രഹം കളയണേ, അത് പരീക്ഷണ വസ്തുവാണ് വാപ്പാ. അല്ലാഹുവിന് ഇഷ്ടം കൂടിയിട്ട് നിനക്ക് തന്നതല്ല. ചിലപ്പോ നിനക്ക് തോന്നാറുണ്ട്, നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ ഈമാൻ കണ്ടിട്ട്, നിന്റെ കുടുംബമുഖം കണ്ടിട്ട് അല്ലാഹു തന്നതാണെന്ന് തോന്നരുത്. അതൊരു പരീക്ഷണ വസ്തുവാണ്, അതൊരു പരീക്ഷണ വസ്തുവാണ്. അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാരാ. അതുകൊണ്ട് പണം ഒരുപാട് കിട്ടുന്നത് നല്ലതാണെന്ന് കരുതരുത്. പടച്ചവരെ, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്തുകൊണ്ടാണെന്നറിയുമോ? പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പ്രവാചകന് സുലൈമാൻ നബിയാ. ഏറ്റവും വലിയ സമ്പന്നന് സുലൈമാൻ നബിയാ. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് ലക്ഷക്കണക്കിന് സ്വഹാബികളുണ്ടല്ലോ. അതാ അബൂബക്കർ തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത്. ആ സ്വഹാബികളിൽ ഏറ്റവും അവസാന സ്വർഗത്തിൽ പോകുന്ന സ്വഹാബിയതാ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നിബിധങ്ങൾ പറഞ്ഞത്. പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാലേ പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നിബിധങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത് നിബിധങ്ങൾ പറയുകയാണ്, പ്രായമായവർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാ, ഒരാൾക്കും കൊടുക്കൂല. അലമാരിയുടെ താക്കോല് അരയിൽ കെട്ടി നടക്കുന്ന വാപ്പമാരുണ്ട്. സ്വന്തം മക്കൾക്ക് കൊടുക്കൂല, ഭാര്യമാർക്ക് കൊടുക്കൂല, എന്നാ സ്വന്തം തിന്നുകയുമില്ല. പടച്ചവനെ, അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ നിബിധങ്ങൾ പറയുന്നു, പ്രായമാകുമ്പോ അതാ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ ആഗ്രഹം സമ്പത്തിനോടുള്ള ആർത്തിയാ. 2, അവർ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല.
99 വയസ്സുവരെ ജീവിച്ചവനും പിന്നെയും ആഗ്രഹമാണ് ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം. മക്കളെ കെട്ടിച്ചു, കൊച്ചുമക്കളെ കെട്ടിച്ചു, എന്നിട്ടും പറയുകയാ കൊച്ചുമക്കളുടെ കുഞ്ഞിനെ കൂടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. മരിക്കാൻ താല്പര്യമില്ല, മരണത്തെ ആഗ്രഹിക്കുന്നില്ല, മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. പടച്ചവനെ, മരിച്ച വീട്ടിൽ പോലും പലരും പോകാറില്ല. കാരണം നമ്മൾ വെറുക്കുകയാണ്, നമ്മളത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം ചെയ്താലും ഖാബുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് വരും ബാപ്പാ. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും മാറാറില്ല പെങ്ങളെ. കറക്റ്റ് സമയത്ത് എത്തേണ്ട സമയത്ത് ഒരു മിനിറ്റ് പോലും മുണ്ടാതെ പിന്താതെ ആ മരണം നിന്നെ തേടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം ഇതാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാ ഇതുപോലെ മരിച്ചു പോയവർക്കും ചില ആഗ്രഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിച്ചിരിക്കുന്നവർക്ക് മോഹമുണ്ടോ, ആഗ്രഹമുണ്ടോ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടോ? ഇതുപോലെ മരിച്ച് ഖബറിലേക്ക് പോയ നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ കൂടപ്പറപ്പുണ്ടല്ലോ, നിങ്ങളുടെ പള്ളിയുടെ പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, ആ കബറാളികൾക്കും ചില ആഗ്രഹമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിച്ചിരിക്കുന്ന നമുക്ക് ചില ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാധിപ്പിക്കാനുള്ളതാണ്. ആഗ്രഹങ്ങളും മോഹങ്ങളും എന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിപ്പിക്കണം. അല്ലാതെ ഇവിടെ കടന്ന് അതൊന്നും ആഗ്രഹങ്ങളൊന്നും സബലീകരിക്കാതെ നഷ്ടവാളിയെ പോലെ നാണം കെട്ടു മരിച്ചു പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് തൗബ ചെയ്തിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങൾ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ബക്കറ്റ് പിരിവുണ്ടോ? ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ, അവരവരുടെ കയ്യിലുള്ളതെടുക്ക്. അവരവരുടെ കയ്യിൽ അള്ളാഹു തന്ന സമ്പത്ത്. ഇപ്പൊ ഇബ്ലീസ് കയ്യിൽ പിടിച്ചിട്ട് പറയും മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം, എന്തെല്ലാം സ്കൂൾ തുറക്കാൻ പോകുന്നു, പൈസയുടെ ചെലവുണ്ട്. ശൈത്താൻ നമ്മളോട് പലതും പറയും. എൻ്റെ സഹോദര, നിനക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നീ എടുക്കുക, നഷ്ടമില്ല. അസ്സദഖത്തു റദ്ദുൽ ബല. മഴയാ, അപകടങ്ങളാ, ദുരന്തങ്ങളാ, എന്തെല്ലാം വാർത്തകൾ വായിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെയും ദുരന്തങ്ങളെയും തട്ടിമാറ്റും. നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, എത്രയോ ആക്സിഡന്റ് കാണുന്നു. റോഡിലൂടെ പോകുമ്പോൾ മരവൊടിഞ്ഞ് വീണ് മരിക്കുന്നു, തെങ്ങൊടിഞ്ഞ് വീണ് മരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പാണ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് മസ്ജിദിന്റെ അവിടുത്തെ കുളത്തിന്റെ അകത്ത് കുട്ടികൾ വീണ് മരിച്ചുപോയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഓരോ ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു. ഇന്ന് മംഗലാപുരത്ത് ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ കാണാം, മംഗലാപുരത്ത് BC റോഡിന്റെ പരിസരത്ത് ഒരു പള്ളിയിലെ സെക്രട്ടറിയെ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിരിക്കുക. എന്തിനാന്ന് കൊന്നവനും അറിയില്ല, മരിച്ചവനും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ കൊടുത്താൽ നേട്ടം നമുക്ക്. അല്ലാഹ്ക്ക് നമ്മുടെ ആരുടെയും പൈസ വേണ്ട. അള്ളാന് നമ്മുടെ ആരുടെയും 5 നയാ പൈസ വേണ്ട. പ്രയോജനം നമുക്കാ. എന്താ പ്രയോജനം? നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ മാറും, ദുരന്തങ്ങൾ മാറും.
എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള ശിഫയാണ് സദഖ. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ എന്തെല്ലാം മരുന്ന് കഴിച്ചു എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല. പെങ്ങളെ, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗം മാറാൻ നിനക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കണോ, ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്, ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്. പടച്ചവനെ, ഏതു മാരകമായ രോഗത്തെയും കരിച്ചു കളയാൻ സദഖയ്ക്ക് പവറുണ്ടെന്നാണ്. ലക്ഷങ്ങളെ ചിലവഴിച്ചാലും മാറാത്ത രോഗത്തെ മാറ്റിത്തരാൻ ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന ചെറിയ പൈസയുണ്ടല്ലോ, ഈ സദഖ കൊണ്ട് നമ്മുടെ രോഗം മാറുമെങ്കിൽ, നമ്മുടെ ക്യാൻസർ മാറുമെങ്കിൽ, നമ്മുടെ ട്യൂമർ മാറുമെങ്കിൽ, നമ്മുടെ ബ്ലോക്ക് മാറുമെങ്കിൽ, നമ്മുടെ കിഡ്നി രോഗം മാറുമെങ്കിൽ, സഹോദര, അതല്ലേ നല്ലത്, അതല്ലേ നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലൊരു മദ്രസ പണിയണമെന്ന ആഗ്രഹത്തോടെ പരിപാടി വെച്ചിരിക്കുകയാണ്. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുന്നു. അല്ലാഹു തന്നതാ മോനെ, ആ തന്നതിൽ നിന്നൊരൽപ്പമെടുത്തു ബക്കറ്റിന്റെ അകത്തേക്ക് അല്ലാഹു കൊടുത്താ. പടച്ചവനെ, നീ റബ്ബിനോട് പറയണം, മറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവനെ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ വരുത്തല്ല തമ്പുരാന്. നോക്കി നോക്കി മടുത്തു. വാപ്പ മരിക്കാൻ, ഉമ്മ മരിക്കാൻ, മക്കള് പോലും ദുആ ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അതറിഞ്ഞത് കൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്. അല്ലാഹുവേ, സദഖ കൊടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വിശദീകരിക്കുന്നില്ല. മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുള്ളതുപോലെ മരിച്ചുപോയവർക്കും ചില ആഗ്രഹമുണ്ടോ? ആ മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? പഠിക്കണേ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? നിങ്ങളുടെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ച് പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരണപ്പെട്ടു പോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും നിന്റെ മരണവാർത്ത പരക്കുകയാണ്. നിന്റെ വീട്ടിലേക്ക് എല്ലാവരും ഓടി വരികയാ, ടാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പരിസരത്ത് തീ കൂട്ടി വെള്ളം വെക്കുകയാ, നിയന്ത്രണങ്ങൾ പലരും ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നിന്റെ കുടുംബക്കാര് നിന്നെ താങ്ങിയെടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാ. അവര് നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ. പെങ്ങളെ, സ്വർണ്ണമൊക്കെ ഊരിയെടുത്ത് മോള് വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി. പെങ്ങള്, നജസ്സുകൾ മുഴുവനും കഴുകി വൃത്തിയാക്കി. ചെറുപ്പക്കാരാ, നഖത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ്. എന്നിട്ട് ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാ. നല്ലതുപോലെ കുളിപ്പിച്ചു. അതാ സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു. എന്നിട്ട് നിന്നെ ഉതുവെടുപ്പിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ. റബ്ബേ, എന്നിട്ട്
എന്നിട്ട് നിന്നെ വെള്ള തുണിക്കകത്ത് പൊതിയുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാണ്. ആ റൂമിന്റെ പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരികയാണ്. വീട്ടില് വല്ലാത്ത തിരക്കാണ്. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരോടും മാറി നിൽക്കാൻ പറയുമ്പോ അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ്. 6 പേര് കൈകോർത്തി പിടിച്ച് നിന്റെ ജനാസ കൊണ്ടുവരികയാ, നിന്റെ ജനാസ കൊണ്ടുവരികയാണ്. വീടിന്റെ കത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. അല്ലാഹുവേ, എന്തൊരു ജനമാണെന്നറിയോ. ഈ രംഗം ഓരോരുത്തരുടെയും വീട്ടിൽ വരുന്ന രംഗമാണ്. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ. പരാതിയില്ലടോ, എന്നെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പരാതിയില്ല. നാട്ടുകാരും കുടുംബക്കാരും അയൽവാസിയും മുസ്ലിമും അമുസ്ലിമും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ജനം കൂടിയിട്ടില്ല. ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ജനം കൂടിയിട്ടില്ല. അന്നൊരാൾക്കും പരാതിയില്ല, പറഞ്ഞില്ല, വിളിച്ചില്ല എന്ന്. എല്ലാവരും ഉസ്താദന്മാര് വന്നു, കമ്മിറ്റിക്കാര് വന്നു, കാരണവന്മാര് വന്നു, കുടുംബക്കാര് മുഴുവനും വന്നു, നാട്ടുകാര് മുഴുവനും വന്നു, കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും തിക്കും തിരക്കും കൂട്ടുമ്പോ നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ, നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞിയെവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ ഉമ്മ ആ സുഗന്ധം തേച്ച പഞ്ഞി എന്തിനാണ് ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പഞ്ഞികെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ? സിറാജിനെ കാണണ്ടവരൊക്കെ കണ്ടോ? പഠിച്ചവനെ നമ്മുടെ വീട്ടിൽ പറയുകയാണ്, സാക്കിർ ഉസ്താദിനെ കാണണ്ടവരൊക്കെ കണ്ടോ? എന്നെയും നിങ്ങളെയും കാണണ്ടവരൊക്കെ കണ്ടോളാം വിളിച്ചു പറയുകയാണ്. അങ്ങനെ നമ്മൾ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും തിരക്ക് കൂട്ടിയപ്പോ ആ തലയുടെ ഭാഗത്തിരുന്നാരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പുതിയാറ്, കണ്ടതൊക്കെ മതി പുതിയാറ്. സുബ്ഹാനല്ലാഹ്. ആ പൊതിയങ്ങ് പൊതിഞ്ഞ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാ? ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ, ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണ വീട്ടിൽ എല്ലാവരും കരയുന്ന രംഗമാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയമുണ്ടല്ലോ, വീടിന്റെ മുറ്റത്ത് മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം കൊണ്ടുവെക്കുന്ന രംഗമുണ്ടോ? എല്ലാ വീട്ടിലും ഫ്രീ ആയിട്ട് വരുന്ന വാഹനമാണത്. ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു വരും, ഏത് കോടീശ്വരന്റെ വീട്ടിലും കടന്നു വരും. പടച്ചവനെ, അതാ മോഡലിന് വ്യത്യാസമില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡല്. ഫാഷനും
ഒന്നും മാറുന്നില്ലടോ. ഇൻഷുറൻസ് വേണ്ട, ടാക്സ് വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഡ്രൈവർ വേണ്ട, പെറ്റിയില്ല, ഫ്രീ സർവീസാ സഹോദരാ. മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന രംഗമുണ്ടല്ലോ. അപ്പോഴാണ് മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മരിച്ചുപോയ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പടാ വീടിന്റെ അകത്ത് വെള്ളത്തുണിക്കകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന മയ്യത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? ആ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരിച്ചുപോയ മനുഷ്യൻ നല്ല മനുഷ്യനാണോ? ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എന്നെയൊന്ന് ഖബറടക്കാ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോയി ഖബറടക്കണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണേ. നിങ്ങൾ ഈ വീടിന്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കല്ലേ, എനിക്ക് സ്വർഗത്തിൽ പോകാനാ. മക്കളെ, വാപ്പാരെ ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. മക്കളെ, ഉമ്മാനെ ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. എന്നെ കൊണ്ടുപോയി പെട്ടെന്നൊന്ന് ഖബറടക്കണേ എന്ന് ആ ഖബർ വിളിച്ച് പറയുമെന്ന് നബി, ആ മൈദനാസ വിളിച്ച് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ കൊണ്ടുപോ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയെന്ന് ഖബറടക്ക് എന്ന് ആ ജനാസ വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, മോശമായ ജനാസ വിളിച്ചു പറയുന്നു, എവിടെ കൊണ്ടുപോകുവാ? എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം അവര് പറയും, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്ക്, നിങ്ങളൊന്ന് ധൃതി കാണിക്കുകയെന്ന് ജനാസ വിളിച്ചു പറയുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി, ഉറക്കപ്പറ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനാസ പറയുന്ന ഒന്നാമത്തെ കാര്യം, എന്നെ നിങ്ങൾ പെട്ടെന്നൊന്ന് കൊണ്ടുപോയി ഖബറടക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വാപ്പ പറയുന്ന, എടാ ഞാൻ സ്വർഗം കണ്ടിട്ട് മരിച്ചു കിടക്ക, എന്നെ ഒന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് വിടടാ. വാപ്പ ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, വാപ്പ അവിടെ കിടക്ക്. ഉമ്മ, നിങ്ങൾ സ്വർഗത്തിൽ പോണ്ട, അവിടെ കിടക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, അവൻ 5 മണിക്ക് വരും, അവിടെ കിടക്കാൻ പോണ്ടാന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ എന്താ പറയണേ? ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാടോ. സ്വന്തം വാപ്പ ഈമാനോടുകൂടി മരിച്ച് സ്വർഗം കണ്ടിട്ട് മരിച്ചടക്ക. വാപ്പ പറയുന്നു, എന്നെ സ്വർഗത്തിൽ വിടടാ, അവിടെ കിടക്ക് വാപ്പ, ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇനി അവൻ വരണം, അവൻ 5 മണിക്ക് വരും, നമുക്ക് 7 മണിക്ക് കൊണ്ടടക്കാം. ഇങ്ങനെ വെച്ച് മയ്യത്തിങ് വെച്ചിട്ടിങ്ങനെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണം, ഇല്ലെങ്കിൽ ആ ജനാസ നിന്നെ ശപിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.